ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി.ജെ.പി വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന മണ്ഡലമാണ് തൃശൂർ. സുരേഷ് ഗോപി തന്നെയാണ് ഇത്തവണയും കളത്തിലിറങ്ങുന്നത്. ഔദ്യോഗിക പ്രഖ്യാപനം വരുന്നതിന് മുൻപ് തന്നെ പ്രവർത്തകർ ചുമരെഴുത്തുകളും പ്രചാരണവും തുടങ്ങിക്കഴിഞ്ഞു. ഇത്തവണ ബി.ജെ.പി അമിതമായ പ്രതീക്ഷ വച്ച് പുലർത്തുന്നു എന്ന് പറയാം. ഇത്തവണ നേരത്തെ ഒരുങ്ങിയിരിക്കുകയാണ് ബി.ജെ.പി. സുരേഷ് ഗോപി ആകട്ടെ 2019 ശേഷം പ്രചാരണം നിർത്തിയിട്ടുമില്ല. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ കേന്ദ്രമന്ത്രിമാരിൽ ആരെങ്കിലും മത്സരിക്കുമെന്നാണ് പറയപ്പെടുന്നത്. രാജീവ് ചന്ദ്രശേഖർ, നിർമ്മല സീതാരാമൻ, എസ് ജയശങ്കർ എന്നിവരുടെ പേരുകളാണ് ചർച്ചയിൽ. ദേശീയ നേതാക്കളെ കളത്തിലിറക്കി സംസ്ഥാനത്തുടനീളം മാധ്യമ ശ്രദ്ധ പിടിച്ചുപറ്റാൻ തിരുവനന്തപുരം മണ്ഡലം ഉപയോഗിക്കാനാണ് ബി.ജെ.പി ആലോചിക്കുന്നത്. കോൺഗ്രസിന് വേണ്ടി ശശി തരൂർ തന്നെ കളത്തിലിറങ്ങുന്ന മണ്ഡലമാണ് തിരുവനന്തപുരം. ഇത്തവണ കൂടി മത്സരിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. CPIക്ക് വേണ്ടി ബിനോയ് വിശ്വത്തിന്റെ പേര് ഉയർന്നു കേട്ടിരുന്നുവെങ്കിലും അദ്ദേഹം സംസ്ഥാന സെക്രട്ടറിയായ സാഹചര്യത്തിൽ ആനി രാജയുടെ പേരുൾപ്പെടെ പരിഗണിക്കുന്നുണ്ട്. പത്തനംതിട്ടയാണ് ബി.ജെ.പി പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന മറ്റൊരു മണ്ഡലം. സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കഴിഞ്ഞ തവണ വോട്ട് വർദ്ധിപ്പിച്ച മണ്ഡലമാണിത്. ആന്റോ ആന്റണി തന്നെ കോൺഗ്രസിന് വേണ്ടി കളത്തിലിറങ്ങിയേക്കാം. കുമ്മനം രാജശേഖരൻ, PC ജോർജ്, നടൻ ഉണ്ണി മുകുന്ദൻ എന്നിവരുടെ പേരുകളാണ് ബി.ജെ.പി പാളയത്തിൽ കേൾക്കുന്നത്. PC ജോർജിനെ ചേർത്ത് പിടിച്ച് ക്രിസ്ത്യൻ വോട്ടുകൾ കൂടി പെട്ടിയിലാക്കാനാണ് ബി.ജെ.പി ശ്രമം. തൃശൂരിലും ബി.ജെ.പി ക്രിസ്ത്യൻ വോട്ടുകൾ പിടിക്കാൻ പ്രത്യേക പദ്ധതി തയ്യാറാക്കുന്നുണ്ട്. എന്നാൽ സിറ്റിംഗ് MP TN പ്രതാപനെ വീണ്ടും കളത്തിലിറക്കാൻ കോൺഗ്രസ് പദ്ധതിയിടുന്നുണ്ട്. ബി.ജെ.പിയുമായിട്ടാണ് ഇത്തവണ മത്സരമെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ CPIക്ക് വേണ്ടി VS സുനിൽകുമാർ മത്സരിക്കുമെന്നാണ് അഭ്യൂഹം. അങ്ങനെ സംഭവിച്ചാൽ മതേതര വോട്ടുകൾ ഭിന്നിക്കുകയും സുരേഷ് ഗോപിക്ക് എളുപ്പവഴി ഒരുങ്ങുകയും ചെയ്തേക്കാം. അതേസമയം കണക്കുകൾ തങ്ങൾക്ക് അനുകൂലമാണെന്ന് ബി.ജെ.പി പറയുന്നു. 1276 ബൂത്തുകളാണ് തൃശൂർ മണ്ഡലത്തിലുള്ളത്. 300-ലധികം ബൂത്തുകളിൽ ബി.ജെ.പി ലീഡ് ചെയ്യുന്നുണ്ട്. 350-ലധികം ബൂത്തുകളിൽ ബി.ജെ.പി രണ്ടാം സ്ഥാനത്താണ്. 2019 നിരവധി പഞ്ചായത്തുകളിൽ സുരേഷ് ഗോപിക്കായിരുന്നു ലീഡ്. ഇത്തവണ തൃശൂർ സുരേഷ് ഗോപി പിടിക്കുമെന്ന് തന്നെയാണ് ബി.ജെ.പിയുടെയും പ്രതീക്ഷ.